ഹലോ, ലെറ്റ്സ് സ്റ്റഡി ടുഗദർ കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിലെ ഡച്ചുകാർ എന്ന ഭാഗമാണ്. പോർച്ചുഗീസുകാർ ഓൾറെഡി മറ്റു പാർട്ടുകളിൽ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ എല്ലാ പാർട്ടുകളും കാണാൻ കഴിയും. അത് എന്തായാലും കാണുക. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? AD 1595. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ്? AD 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരും രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാരുമാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ എന്താണ്? ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് 1605 മസൂലിപ്പട്ടണം എന്ന സ്ഥലത്താണ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് 1605 മസൂലിപ്പട്ടണം എന്ന സ്ഥലത്താണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റൻ്റ്. പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന മതവിഭാഗത്തിലാണ് ഡച്ചുകാർ ഉൾപ്പെടുന്നത്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തതെന്ന് അറിയാമോ? പോർച്ചുഗീസുകാരെ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയിൻസ്. ആരാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തത് 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. കൊല്ലം പിടിച്ചെടുത്തത് 1658 കൊച്ചി പിടിച്ചെടുത്തത് 1663. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? ഡച്ചുകാർ തന്നെയാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാർ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് എവിടെയാണ്? കൊച്ചിയിൽ. ഏത് വർഷമാണ്? 1744. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10. അപ്പോൾ ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ച് പഠിക്കുക. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ആരാണ്? ഡിലനോയി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ആരാണ്? ഡിലനോയി. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് ഡിലനോയിയാണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഡിലനോയി. ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതൊക്കെയാണ്? ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ, ഹോർത്തൂസ് മലബാറിക്കസ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ, ഹോർത്തൂസ് മലബാറിക്കസ് എന്നിവ. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ആരാണ്? ഡച്ചുകാർ തന്നെയാണ്. ഡച്ചുകാർ തന്നെയാണ് കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ചത്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? മാവേലിക്കര സന്ധി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ്? 1753 ആഗസ്റ്റ് 15. കുളച്ചൽ യുദ്ധം നടന്നതെന്നായിരുന്നു? 1741 ആഗസ്റ്റ് 10. ഇതെന്താണ്? മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ്? 1753 ആഗസ്റ്റ് 15. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഹോമിൽ വരികയുള്ളൂ. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.